ഞാൻ രമ്യ ഹരിശങ്കർ. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ എല്ലാവരും ആ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതോടൊപ്പം സൈഡിലുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ പുതിയ വീഡിയോ ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എൻ്റെ നോട്ടിഫിക്കേഷൻ വരും. ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് ഒരു പെർഫെക്റ്റ് ബട്ടർ ക്രീം ഫ്രോസ്റ്റിംഗ് ആണ്. നമുക്ക് കേക്ക് ഫിൽ ചെയ്യാനും ഫ്രോസ്റ്റ് ചെയ്യാനും അതായത് കോട്ട് ചെയ്യാനും ഒക്കെ പെർഫെക്റ്റ് ആയിരിക്കും. അതുമാതിരി പൂവുണ്ടാക്കാൻ, ബോർഡേഴ്സ് ചെയ്യാൻ, റോസറ്റ്സ് ഉണ്ടാക്കാൻ ഒക്കെ പെർഫെക്റ്റ് ആയിരിക്കും. അതിൻ്റെ ഷേപ്പ് ഹോൾഡ് ചെയ്യും. ഇതിൽ തന്നെ നമുക്ക് പല ഫ്ലേവേഴ്സ് ട്രൈ ചെയ്ത് കൊടുക്കാം, കളേഴ്സ് ചെയ്യാം. ഇത് ബേസാണ് ഞാനിപ്പോൾ കാണിച്ചു തരുന്നത്. ഇതിൽ നിന്ന് നമുക്ക് ഒരുപാട് രീതിയിൽ അതിനെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ ചെയ്യുന്നത് ആദ്യം വെണ്ണ, റൂം ടെമ്പറേച്ചറിലുള്ള വെണ്ണ 4 ടേബിൾ സ്പൂൺ ബീറ്റ് ചെയ്യാണ്. ഹൈ സ്പീഡിലിട്ടിട്ട് നല്ല ഫ്ലഫി ആക്കി എടുക്കുക. 2-3 മിനിറ്റ് നല്ല ഹൈ സ്പീഡിലിട്ടിട്ട് എടുക്കുക. അപ്പോൾ റൂം ടെമ്പറേച്ചറിലായതുകൊണ്ട് നമുക്കധികം പ്രശ്നമില്ല. ഇപ്പോൾ കണ്ടില്ലേ, നല്ല ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ഐസിങ് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കണം. അത് ഏകദേശം 4 ടേബിൾ സ്പൂൺ വെണ്ണയ്ക്ക് ഞാനിവിടെ 1/2 കപ്പ് ഐസിങ് ഷുഗറാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഒരു അരിപ്പേ കൂടെ ഫൈൻ പൗഡർ മാത്രമേ വീഴാൻ പാടുള്ളൂ. കാരണം ഐസിങ് ഷുഗറിൽ എപ്പോഴും കട്ട ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കണ്ടില്ലേ, വലിയ വലിയ കട്ടകളുണ്ട്. അപ്പോൾ അത് ഇല്ലാതിരിക്കാൻ എപ്പോഴും അരിച്ചിട്ട് വേണം, ഒരു അരിപ്പയെ കൂടെ ഒന്ന് അരിച്ചിട്ട് വേണം നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ. ഇത് ഒരു സ്പ്രിംഗ് ഫോം അരിപ്പയാണ്. നമുക്കിതിപ്പോൾ ബേക്കിംഗ് ഷോപ്സിലെല്ലാം വാങ്ങാൻ കിട്ടും, ഇല്ലെങ്കിൽ ആമസോണിൽ വാങ്ങാൻ കിട്ടും. അപ്പം അതിൽ കൂടെ ഞാനിപ്പോൾ അരിച്ചിട്ട് പൊടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഐസിങ് ഷുഗർ എപ്പോഴും ഒന്നിച്ചിട്ട് ആഡ് ചെയ്യരുത്, മീൻസ് കട്ടയോട് കൂടെ ആഡ് ചെയ്ത് കൊടുക്കരുത്. എപ്പോഴും ഫൈൻ പൗഡർ ആയാലേ നമുക്ക് സ്മൂത്ത് ആയിട്ടുള്ള ബട്ടർ ക്രീം വരുള്ളൂ. അപ്പോൾ ഞാൻ എല്ലാ പൊടിയും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 1/2 കപ്പാണ് കേട്ടോ. പിന്നെ നമുക്ക് വീട്ടിൽ തന്നെ ഈ ഐസിങ് ഷുഗർ ഉണ്ടാക്കാൻ പറ്റും, വളരെ ഈസിയാണ്. വേണമെങ്കിൽ പറഞ്ഞോളൂ, ഞാൻ റെസിപ്പി പറഞ്ഞുതരാം. പക്ഷേ എനിക്ക് തോന്നുന്നു മിക്സി കുറച്ച് കഴിഞ്ഞാൽ മെല്ലെ ഒന്ന് ചൂടായി തുടങ്ങും, ഇത് ഫൈൻ പൗഡറായിട്ട് വരുമ്പോഴേക്കും. അപ്പോൾ എനിക്ക് തോന്നി കുറേ പഞ്ചസാരയൊക്കെ അതിൽ തന്നെ പറ്റിപ്പിടിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ അലിഞ്ഞു പോകണം. ഞാൻ വീണ്ടും ഹൈ സ്പീഡിൽ ഇട്ടിട്ടില്ല. ആദ്യം നമുക്ക് ലോ സ്പീഡിൽ ഇട്ടിട്ട് ഒന്ന് ബീറ്റ് ചെയ്യാം. ഇല്ലെങ്കിൽ ആദ്യം തന്നെ ഹൈ സ്പീഡിൽ ഇടുകയാണെങ്കിൽ നമ്മുടെ മുഖവും കിച്ചണും ഒക്കെ ഐസിങ് ഷുഗർ കൊണ്ട് ഫേഷ്യലായിട്ടുണ്ടാവും. അപ്പം പിന്നെ നമുക്ക് എക്സ്ട്രാ ഫേഷ്യലിൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പം അതൊന്ന് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ലോ സ്പീഡിലിട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് ഹൈ സ്പീഡിലിട്ടിട്ട് ബ്ലെൻഡ് ചെയ്യണം. അതിനുശേഷം ഞാൻ ഹൈ സ്പീഡിലിട്ടിട്ട് ബ്ലെൻഡ് ചെയ്തു. നല്ല തിക്കാണ്. അതിലോട്ട് ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് ഏത് ഫ്ലേവേഴ്സ് വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ വാനിലയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. വാനില ഫ്ലേവർ ബട്ടർ ക്രീമാണ് ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത്. അപ്പം ഞാൻ അതിലോട്ട് ഏകദേശം ഒരു 1/4 ടീസ്പൂൺ വാനില എസൻസ് ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും നമുക്ക് ബ്ലെൻഡ് ചെയ്തെടുക്കണം. അതിന് മുമ്പായിട്ട് ഞാനൊരു സ്ക്രേപ്പർ ഉണ്ട്, അല്ലെങ്കിൽ ഒരു സ്പാച്ചുല ഉണ്ട്, ഒന്നെല്ലാം ഒന്ന് മിക്സ് ചെയ്യുക. കാരണം ചില ഭാഗത്തെല്ലാം ഐസിങ് ഷുഗർ മിക്സ് ആവാതിരിക്കുന്നുണ്ടാവും. അപ്പോൾ അതൊന്ന് ശരിയാവാൻ വേണ്ടിയിട്ട് നമുക്കൊരു സ്പാച്ചുല ഉണ്ടോ, ഒരു സ്പൂൺ ഉണ്ടോ, എല്ലാം ഒന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് വീണ്ടും ഹൈ സ്പീഡിലിട്ടിട്ട് നന്നായി ബ്ലെൻഡ് ചെയ്തെടുക്കുക. നന്നായി ബ്ലെൻഡ് ചെയ്ത ശേഷം നമുക്ക് ഇതിലോട്ട് കുറച്ച് പാൽ കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. അത് കഴിഞ്ഞാൽ നമ്മുടെ ബട്ടർ ക്രീം റെഡി ആവും. അതിൻ്റെ സ്റ്റിഫ്നെസ് സ്പ്രെഡബിൾ ആയിരിക്കണം, കാരണം നമുക്ക് കേക്കിൽ സ്പ്രെഡ് ചെയ്യേണ്ടതാണ്. ഒരുപാട് തിക്കായാൽ നമുക്ക് അത് സ്പ്രെഡ് ചെയ്യാൻ ബുദ്ധിമുട്ടാവും. ഒരുപാട് തിന്നായി കഴിഞ്ഞാൽ ആ ഷേപ്പ് ഹോൾഡ് ചെയ്യില്ല, കാരണം നമുക്ക് പൂ ഉണ്ടാക്കാനും ബോർഡേഴ്സും ഒക്കെ അതിൻ്റെ ഷേപ്പ് ഹോൾഡ് ചെയ്യണ്ടേ. അപ്പോൾ അതും ശ്രദ്ധിക്കണം. അത് ചെയ്ത് നോക്കിയാൽ തന്നെ അറിയുള്ളൂ. ഞാൻ ഏകദേശം അളവാണ് പറയുന്നത്. പിന്നെ വെണ്ണയുടെ കൺസിസ്റ്റൻസി ഒക്കെ വ്യത്യാസം ഉണ്ടാവും. ഞാൻ അതിലോട്ട് ഏകദേശം ഒരു 1/2 ടീസ്പൂൺ പാൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വേണമെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നല്ല ഹൈ സ്പീഡിൽ വീണ്ടും ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട്. കണ്ടോ, നല്ല സ്മൂത്തായിട്ട് ആ പഞ്ചസാരയൊക്കെ അലിഞ്ഞ്, പഞ്ചസാരയൊന്നും റോ ആയിട്ടുള്ള ഒരു പഞ്ചസാര ഇല്ല, നല്ല സ്മൂത്താണ്. നമുക്ക് കഴിച്ച് നോക്കിയാൽ അല്ലെങ്കിൽ തൊട്ട് നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും, നല്ല സോഫ്റ്റായിട്ട് വരും. കണ്ടോ, ഇവിടെ ബട്ടർ ക്രീം റെഡി ആയിട്ടുണ്ട്. അപ്പം എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. കേക്ക് ഫ്രോസ്റ്റ് ചെയ്യാനും എല്ലാത്തിനും യൂസ് ചെയ്യാൻ പറ്റും. പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.